everyone, welcome back to Adra's Easy Talks. So today I am with the topic Structuralism. I had already discussed the topics like New Criticism and Russian Formalism. This is a second class for literary theory. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾഡ് ആക്കുക. സോ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു 4 ടേംസ് ലിറ്റററി തിയറി പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട 4 കീ ടേംസ് ആണ്. ഏതെങ്കിലും തിയറി, ഫോർ എക്സാമ്പിൾ ന്യൂ ക്രിറ്റിസം ആയിക്കോട്ടെ, റഷ്യൻ ഫോർമലിസം ആയിക്കോട്ടെ, സ്ട്രക്ചറലിസം ആയിക്കോട്ടെ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആയിക്കോട്ടെ, മെറ്റീരിയലിസം ആയിക്കോട്ടെ, എന്ത് തിയറി എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒരു കീ ടേം ആ തിയറി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ന്യൂ ക്രിറ്റിസം നമ്മൾ പഠിച്ചപ്പം പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ബേസ്ഡ് അപ്രോച്ച്. അപ്പൊ എന്താണ് ഈ ടെക്സ്റ്റ്, എന്താണ് ഈ വർക്കും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് അതൊന്ന് നോക്കിയതിനു ശേഷം സ്ട്രക്ചറലിസത്തിലേക്ക് പോകാം. വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. We have the text of M.H. Abraham, Glossary of Literary Theory, Glossary of Literary Terms. So ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. അതിനുള്ളിൽ മീനിങ് ഉണ്ട്, അതായത് ഓരോ വാക്കുകളുണ്ട്, വാക്കുകളുടെ അർത്ഥമുണ്ട്. അത് എന്താണോ ആ ടെക്സ്റ്റ് പറയുന്നത് അത് അതുപോലെ നമ്മൾ ഇൻടേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ക്ലോസ് എൻറ്റിറ്റി. ഇവിടെ റീഡറിന് ഒരു റോളും ഇല്ല. എന്താണോ ആ വർക്കിൽ പറയുന്നത് ആ വർക്ക് അത് വായിക്കുന്നു, അത് അതുപോലെ എടുക്കുന്നു. സോ ദാറ്റ് ഈസ് വർക്ക്. പക്ഷെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിറ്റററി തിയറി വന്നതിന് ശേഷം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിക്ഷൻ ക്യാൻ ബി എ ടെക്സ്റ്റ്, എ പ്ലേ ക്യാൻ ബി എ ടെക്സ്റ്റ്, ദെൻ പോയിട്രി ക്യാൻ ബി എ ടെക്സ്റ്റ്, ഒരു കഥാപ്രസംഗം ക്യാൻ ബി എ ടെക്സ്റ്റ്, ചെറിയൊരു പഴഞ്ചൊല്ല് ക്യാൻ ബി എ ടെക്സ്റ്റ്, കൾച്ചർ ക്യാൻ ബി എ ടെക്സ്റ്റ്. എന്തിനേയും നമുക്ക് ടെക്സ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. So text is a linguistic construct and it is open-ended. It is open to interpretation. അതായത് നമുക്ക് ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വായിക്കുന്ന ആൾക്ക് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാം, നമ്മുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പോസിബിൾ ആണ്. പക്ഷേ വർക്കിന്റെ കേസിൽ അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്, അതൊരു ബുക്കാണ്. അതിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു ചെറിയ പിക്ക് കാണാം. സോ ഇത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മമ്മൂട്ടി സാറിന്റെ FIR എന്ന് പറഞ്ഞ ഫിലിമിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്. ഇതിന് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചറലിസ്റ്റ് റീഡിങ് കൊടുക്കാനായിട്ട് പോവാണ്. അതായത് ഇതില് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് വഴക്കാവുന്ന സമയത്ത് ഐ ആം ഇൻ ദ സെയിം സ്റ്റാറ്റസ് ഓഫ് യുവേഴ്സ്, ഞാനും താങ്കളെ പോലെയാണ്, ഐ ആം എൻ IAS ഓഫീസർ എന്ന് ആക്ട്രസ് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആക്ടർ പറയുന്നുണ്ട് യെസ് IAS എന്നാൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം എന്ന് പറയുന്നല്ലേ. അപ്പം ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം മൈന്യൂട്ട് ആയിട്ട് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് എടുത്ത് അതിലുള്ളിലെ ഓരോ കാര്യങ്ങളെയും അദ്ദേഹം എന്താ പറയുന്നുണ്ട്. ഇന്ത്യ ഇതാണ്, ഇന്ന ആൾക്കാരുടെയാണ് ഇന്ത്യ എന്ന് പറയുന്നതിനൊപ്പം തന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന ആൾക്കാരുടെ അല്ല ഇന്ത്യ എന്നും പറയുന്നു. അവിടെ ബൈനറി ഒപ്പോസിഷൻ കൊടുക്കുന്നു. എന്താ അല്ല എന്ന് പറയുന്നു, അതായത് വൈറ്റ് അല്ല എന്ന് പറയുന്നതാണ് ബ്ലാക്ക് അല്ലേ. അപ്പം അങ്ങനെ ഈ ഒരു പിക്ചറിൽ, ഈ ഒരു ഡയലോഗ് സീക്വൻസിനെ നമുക്ക് അങ്ങനെ സ്ട്രക്ചറലിസ്റ്റ് റീഡിങ് കൊടുത്ത് വായിക്കാനായിട്ട് സാധിക്കും. ഇവിടെ IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു 3 വാക്കിനെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്ന അല്ലെ. ആദ്യം ഇന്ത്യ എന്താണെന്ന് പറയുന്നു, ഇന്ത്യക്കുള്ളിൽ എങ്ങനെയൊക്കെയുള്ള ജനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. സോ അവിടെ ഒരു സ്ട്രക്ചർ ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. സോ നമുക്കിനി സ്ട്രക്ചറലിസത്തിലേക്ക് കടക്കാം. ജസ്റ്റ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വായിക്കുവാണെങ്കിൽ, ഞാനിപ്പം വായിച്ച രീതിയിലാണെങ്കിൽ ഈ ഒരു ഡയലോഗിനെ നമുക്ക് സ്ട്രക്ചറലിസ്റ്റ് റീഡിംഗ് എന്ന് പറയാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു ഫെമിനിസ്റ്റിക് റീഡിങ്ങും ഈ ഒരു വർക്കിൽ കൊടുക്കാൻ സാധിക്കും. അത് ഞാൻ ഫെമിനിസത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. സോ നമുക്ക് സ്ട്രക്ചറലിസത്തിലേക്ക് കടക്കാം. സ്ട്രക്ചറലിസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു തിയറിയാണ്, ഒരു പ്രാക്ടീസ് ആണ്. ഫ്രാൻസിൽ ഡെവലപ്പ് ചെയ്ത ഒരു തിയററ്റിക്കൽ പ്രാക്ടീസ് ആണ് ഡ്യൂറിങ് ദ 1950s. ഒരു തിയറിയെ, ഏതൊരു തിയറി വന്നതായാലും അതിന് മുൻപ് വന്നേക്കുന്ന തിയറിയെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. സോ ദി സ്ട്രക്ചറലിസം ചലഞ്ച്ഡ് ന്യൂ ക്രിറ്റിസിസം. ഇതിന്റെ ഇൻസ്പിറേഷൻ ഫെർഡിനാൻഡ് ഡി സഷൂറിന്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വർക്കാണ്. ആക്ച്വലി ഈ ഒരു വർക്ക് എഴുതിയേക്കുന്നത് ഫെർഡിനാൻഡ് ഡി സഷൂർ അല്ല. സഷൂർ ഒരു വർക്ക്സും എഴുതിയിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസ്, സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് കേട്ടിട്ട് കളക്ട് ചെയ്ത് എഴുതിയ ഒരു വർക്കാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1916. 1906 to 1911 ഇത് എഴുതപ്പെടുന്നത്.
ആൻഡ് ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് ക്ലോഡ് ലെവി സ്ട്രോസിന്റെയും റൊളാൻഡ് ബാർത്സിന്റെയും വർക്ക്സിലും കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മെയിൻ എസൻസ് അല്ലെങ്കിൽ മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഇൻ ഐസൊലേഷൻ ആൻഡ് ദേ ഹാവ് ടു ബി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓർ ലാർജർ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിനെയും നമുക്ക് ശൂന്യതയിൽ വെച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, പകരം ഒരു ലാർജർ സ്ട്രക്ചറിൽ വെച്ച് വായിക്കുമ്പോഴേ അതിന് മീനിങ് കിട്ടുന്നുള്ളൂ. ഒരു കാര്യത്തെ നമുക്ക് എന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പിക്ചർ കാണാം, സോളാർ സിസ്റ്റം അല്ലേ. സോളാർ സിസ്റ്റം എന്നുള്ള ഒരു സിംഗിൾ വാക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്ലാനറ്റ്സ് എന്താണെന്ന് അറിയണം, സൺ, സ്റ്റാർസ്, അതുപോലെ മൂൺ എന്താണെന്ന് അറിയണം, ആസ്റ്റെരിയോയിഡ്സ് എന്താണെന്ന് അറിയാം, മെറ്റോയിഡ്സ് എന്താണെന്ന് അറിയണം, ദെൻ ഡാർക്ക് പ്ലാനറ്റ്സ് എന്താണെന്ന് അറിയാം, മിൽക്കി വേ ഗാലക്സി എന്താണെന്ന് അറിയണം, ഓർബിറ്റ് എന്താണെന്ന് അറിയണം. ഇങ്ങനെ ഓരോ ടേംസും അറിഞ്ഞെങ്കിൽ മാത്രമേ ദ സോളാർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്താണെന്ന് അങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു കാര്യത്തെ നമുക്ക് ഫുള്ളി കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത് തന്നെയാണ് സ്ട്രക്ചറലിസത്തിലും പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഫിലിം മണിച്ചിത്രത്താഴ് എടുക്കാം. ആ മൂവിയിൽ ഈ പറഞ്ഞ കണക്ക് ആക്ട്രസ് ആയിട്ടുള്ള ശോഭനയ്ക്ക് പല ഇഷ്യൂസ് വരുന്നുണ്ടല്ലേ. ആ ഒരു റൂം തുറക്കുന്നതിൽ നിന്നും പുള്ളിക്കാരിക്ക് ചില പ്രശ്നങ്ങൾ വരുന്നു. സോ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വന്ന ഡോക്ടർ സണ്ണി എന്താ ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, അതായത് എനിക്ക് എന്തെങ്കിലും ഇതിൽ ട്രീറ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ലുക്ക് ബാക്ക് അറ്റ് ഹർ പാസ്റ്റ്. എനിക്ക് പുള്ളിക്കാരിയുടെ പാസ്റ്റ് അറിയണം. സോ പാസ്റ്റ് പോയി കണ്ടുപിടിച്ച് അതിലെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. സോ ഒരു കാര്യത്തെ നമ്മൾ പഠിക്കണമെങ്കിൽ, ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസും കളക്ട് ചെയ്തായിരിക്കണം അറിയേണ്ടത്. ഒന്നിനെയും അവിടെ വെച്ച് വായിക്കാൻ പറ്റില്ല, പകരം ലാർജർ സ്ട്രക്ചേഴ്സിൽ കണക്ട് ചെയ്ത് വേണം വായിക്കാനായിട്ട്. ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സും സ്ട്രക്ചേഴ്സും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി സ്ട്രക്ചറലിസം ഡസ്. ഓക്കെ, then what is a structure? Structure is made of constituent parts. Meaning of this part when inside the structure will be different from the meaning outside. അതായത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിനെ നമുക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കാൻ സാധിക്കും. ഇതിൽ meaning of this part when inside the structure will be different from the meaning outside. For example, my love is like a red rose. ഇപ്പൊ ഇതിൽ ഞാനൊരു റെഡ് എന്ന് പറഞ്ഞ വാക്ക് എടുക്കണം. റെഡ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ വാക്കായിട്ട് പറയുകയാണെങ്കിൽ ചുമന്ന നിറം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഞാനൊരു ആ പോയത്തിൽ ആ റെഡിന് വാക്ക് ലവ് എന്നോ അല്ലെങ്കിൽ മൈ ലവ് എന്നോ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. സോ മീനിങ് ഓഫ് ദീസ് പാർട്സ് വെൻ ഇൻസൈഡ് ദ സ്ട്രക്ചർ, ആ പോയത്തിനുള്ളിലെ മീനിങ്ങും അതുപോലെ പോയത്തിന് വെളിയിൽ വരുമ്പോൾ ആ വാക്കിന്റെ മീനിങ്ങും ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. രണ്ടും രണ്ട് മീനിങ് ആയിട്ട് മാറുന്നുണ്ട്. ഒരിക്കലും ചുവപ്പ് നിറം എന്നൊരർത്ഥമല്ല ആ പോയത്തിൽ വരുന്നത്, പകരം എൻ്റെ ലവ് അല്ലെങ്കിൽ എൻ്റെ പ്രണയം ആ ചുമന്ന റോസാപ്പൂവിന് തുല്യമാണ്, അല്ലെങ്കിൽ പൂവിനോടോ അല്ലെങ്കിൽ പ്രണയത്തോടോ ആണ് ആ റെഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so meaning of this part when inside the structure will be different from the meaning outside. Meaning through relations. Meaning എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? റിലേഷൻഷിപ്സിലൂടെയാണ്. അതായത് ഇപ്പം ട്രാഫിക് എന്ന് പറഞ്ഞൊരു മൂവി നമുക്ക് എടുക്കാം. ട്രാഫിക് മൂവി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഒരാൾ വരുന്നു, പകുതിയായി മൂവി. ആ പകുതിയായ സമയത്ത് വന്നു കയറിയിരുന്ന ആളാ കാണുന്ന ആൾക്ക് ആ മൂവി കിട്ടത്തില്ല, മൂവിയുടെ അർത്ഥം മനസ്സിലാവത്തില്ല. ഒരിക്കലും അതിനെ ഫുള്ളായിട്ട് കോംപ്രിഹെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആ മൂവി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവന്നൊരു ഫിലിം ആയിരുന്നു ട്രാഫിക്. ആ മൂവി കംപ്ലീറ്റ് ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ മീനിങ് മനസ്സിലാവത്തുള്ളൂ. സോ ഹിയർ ദ മീനിങ് ഇസ് അണ്ടർസ്റ്റാൻഡ് ത്രൂ റിലേഷൻസ്. A structuralist is interested in finding the basic element, the unit, and that make up any system, and in discovering the rules that govern how those units can be combined. Okay, സോ ഒരു സ്ട്രക്ചറലിസ്റ്റ് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ നോക്കി കാണുന്ന ഒരു ബേസിക് എലമെന്റ് ആണ് ഈ ഒരു യൂണിറ്റ്. അപ്പം ഈ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം ഫുള്ളി ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹ്യൂമൻ ബോഡി നമ്മൾ എടുക്കുവാണെങ്കിൽ ബോഡിയിൽ കുറെ ഓർഗൻസ് ഉണ്ടല്ലേ. റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്, റീപ്രൊഡക്ടറി ഓർഗൻ ഉണ്ട്, അതുപോലെ ബ്രെയിൻ ഉണ്ട്. ഇങ്ങനെ പല പല ഓർഗൻസ് കമ്പൈൻ ചെയ്താണ് ഈ ഒരു ഹ്യൂമൻ ബോഡി ഉള്ളത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഈ ഒരു ബോഡിക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സിസ്റ്റവും അനലൈസ് ചെയ്യും. എവിടെയാണ് പ്രശ്നം, എന്താണ് ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റിന്റെ അനാലിസിസ് ആണ് സ്ട്രക്ചറലിസം നോക്കുന്നത്.
ആൻഡ് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രോപ്പർ വർക്കിംഗ് നടക്കുന്നത്, ഹ്യൂമൻ ബോഡിയുടെ ഒരു പ്രോപ്പർ വർക്കിംഗ് നടക്കുന്നത്. സെയിം കേസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും കാണാൻ സാധിക്കും അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് എനേബിൾ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ സിറ്റിസൺസ് ഇത് ഓരോന്നും ഫോളോ ചെയ്ത് എന്തൊക്കെ റൂൾസ് ആണോ റെഗുലേഷൻസ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ എനേബിൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഫോളോ ചെയ്ത് ജീവിക്കാനായിട്ട് സിറ്റിസൺസ് എന്താക്കുന്നത്? സിറ്റിസൺസ് ബാധ്യസ്ഥരാകുന്നുണ്ട്. സോ ഇത് തന്നെയാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് അറിയണം, ബേസിക് ആയിട്ടുള്ള അണ്ടർലൈൻ സ്ട്രക്ചർ അറിയണം, എങ്കിൽ മാത്രമേ അതിലൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആവത്തുള്ളൂ. എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രക്ചർ, എല്ലാത്തിലും സ്ട്രക്ചർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് എ സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് ഇസ് നോട്ട് കൺസേൺ വിത്ത് എനിത്തിങ് ബിയോണ്ട് ദ ഇന്റർറിലേഷൻഷിപ്പ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് റൂൾസ്. അതായത് സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് യൂണിറ്റും റൂൾസിനും അപ്പുറമായിട്ടുള്ള ഒന്നുമല്ല. അതായത് യൂണിറ്റും റൂൾസും അനലൈസ് ചെയ്യുന്നതാണ് സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും. യൂണിറ്റ്സും റൂൾസും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ്സിന്റെയും റൂൾസിന്റെയും അനാലിസിസ് ആണ് സ്ട്രക്ചറലിസത്തിൽ ചെയ്യുന്നത്. ഓക്കെ, then structuralist criticism is against text focus method. It argues that all works be set in the context of structures that surround them. അതായത് ഇതൊരു ടെക്സ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഈ ടെക്സ്റ്റിനെ എങ്ങനെ ഫോക്കസ് ചെയ്യണം? കോണ്ടെക്സ്റ്റിൽ വെച്ച് ഫോക്കസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഓരോ സ്ട്രക്ചേഴ്സും ഓരോ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പം അതിലെ റെഡ് എന്ന് പറഞ്ഞ വാക്കിന് അകത്ത് വരുമ്പോഴത്തേനുള്ള മീനിങ്, ആ ഒരു മീനിങ് ചേഞ്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് കോണ്ടെക്സ്റ്റിൽ വെച്ച് വായിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ മീനിങ് ഫുള്ളി ആയിട്ട് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. As a text is made up of language, a structuralist analysis of text or literature would start with a structural examination of language itself. അതായത് ഒരു ടെക്സ്റ്റ് ഭാഷയിലാണ് നിർമ്മിച്ചേക്കുന്നത്. സോ അതുകൊണ്ട് ഏതൊരു സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് ടെക്സ്റ്റിലായിക്കോട്ടെ ലിറ്ററേച്ചറിലായിക്കോട്ടെ എവിടെ നമ്മൾ ചെയ്യുവാണെങ്കിലും വി ഷുഡ് സ്റ്റാർട്ട് ഇറ്റ് വിത്ത് ലാംഗ്വേജ്. ഓക്കെ, and the basic atom of a language is the word, or more strictly the phoneme, and rules tell us how to make sentences. ഒരു ലാംഗ്വേജിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആറ്റം എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൊണീം, ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള ഫൊണീം ആണെന്ന് പറയാം. അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ അനാലിസിസ്. എങ്കിലും മാത്രമേ ഫുള്ളി ആയിട്ട് ആ ലാംഗ്വേജിനെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത്. ദെൻ ഈ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് 1950s സ്ട്രക്ചറലിസം വന്നതോട് കൂടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ സാധിക്കും. നമുക്ക് അരിസ്റ്റോട്ടിലിന്റെ ട്രാജിക് പ്ലോട്ട് സ്ട്രക്ചർ നമുക്കിവിടെ ഫിഗറിൽ കാണാൻ സാധിക്കും. സോ സ്ട്രക്ചറൽ അനാലിസിസ് ഓൾറെഡി സ്റ്റാർട്ടഡ് പാസ്റ്റിൽ തന്നെ ഇതിന്റെ ഒരു അനാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ സ്ട്രക്ചറലിസം ആസ് എ തിയറി വന്നത് 1950s ഓർത്തിരിക്കുക. Then what are the central arguments behind this theory? The theory rejects mimetic theory of language or sees language as a self-referential system. ഈ ഒരു വാക്ക് ഓർത്തിരിക്കുക. ലാംഗ്വേജ് ഒരു സെൽഫ് റെഫറൻഷ്യൽ സിസ്റ്റം ആണെന്ന്. അതായത് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്പർ വിളിച്ചെടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പം നമ്മൾ ഓരോ കുട്ടികൾക്കും ക്ലാസ്സിൽ റോൾ നമ്പേഴ്സ് കാണും. സോ ഈ ഓരോ റോൾ നമ്പറും കുട്ടികൾ തന്നെ പറഞ്ഞു പോകും. അപ്പം നമ്മൾ തോനെ സമയം എടുക്കേണ്ട, പെട്ടെന്ന് ആരൊക്കെയുണ്ട്, ആരൊക്കെയാണ് പ്രസന്റ്, ആരൊക്കെയാണ് ആബ്സെന്റ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശരിക്കും ഈ നമ്പറും ഈ ഒരു കുട്ടിയുടെ പേരും തമ്മിലോ ഈ ഒരു കുട്ടിയുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ ഇത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് അല്ലെ. അതായത് ഈ നമ്പറിലുള്ള ആളാണ്, ഈ റോൾ നമ്പറിൽ വരുന്ന ആളാണ് ഈ കുട്ടി എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ആധാർ നമ്പരും നമ്മളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ ഇറ്റ് റെഫേഴ്സ് us. ഓക്കെ, സോ ദ ലാംഗ്വേജ് ആസ് എ സെൽഫ് റെഫറൻഷ്യൽ സിസ്റ്റം. Meaning is attributed to a thing by human mind, not contained within them. നല്ലൊരു എക്സാമ്പിൾ സ്ക്രീനിൽ കാണുന്ന പിക്ചർ നോക്കിയാൽ മതി. അതായത് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അത് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു മീനിങ് ആണ്. അതായത് നമ്മൾ നല്ലത് ചീത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പം ഏറ്റവും കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരാളെ സുന്ദര എന്ന് വിളിക്കുന്നു. സോ ഇതൊക്കെ നമ്മളെ മനസ്സ് കൊടുത്തേക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, ഹ്യൂമൻ മൈൻഡ് കൊടുത്തേക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, Structuralists believe that the mechanism which organizes units and rules into meaningful units and rules into meaningful systems comes from the human mind itself, which act as a structuring mechanism that looks at meaning and files them according to rules. അപ്പം ഈ പറഞ്ഞ നമ്മൾ തന്നെ ക്രിയേറ്റഡ് ആക്കി വെച്ചിട്ടുള്ള റൂൾസ് ആണ്. അതായത് ഇങ്ങനെയൊക്കെ ഭംഗിയുള്ളവരെയാണ് നമ്മൾ സുന്ദര എന്ന് വിളിക്കുന്നത്.
സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ റൂൾസിനനുസരിച്ച് ആ ഒരു ടെക്സ്റ്റിനെ വായിച്ചെടുക്കുന്നു, ആ ഒരു ടെക്സ്റ്റിനെ നോക്കി കാണാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വളരെ ഭംഗിയും ഹാൻഡ്സവുമായിട്ടുള്ള മനുഷ്യരെ സുന്ദര എന്ന് വിളിക്കുന്നു. സോ ഹിയർ ഇവിടെ എന്താ നടക്കുന്നത്? എന്താ, ദ ഹ്യൂമൻ മൈൻഡ് ഈസ് അട്രിബ്യൂട്ടിംഗ് ദ വാല്യൂ. ഓക്കെ, the human mind is giving human mind is acting as a structuring mechanism that looks up meaning and files them according to the rules. ആ പറഞ്ഞേക്കുന്ന നിയമത്തിനനുസരിച്ച് ആ ഒരു സ്ട്രക്ചറിനെ പ്ലേസ് ചെയ്ത് അവിടെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. In structuralism, human mind creates an order that doesn't exist by itself. A text is constituted on linguistic conventions and exists among other texts. സോ കൾച്ചർ ഈസ് കൺസ്ട്രക്റ്റഡ്. ഇവിടെ കൾച്ചർ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത ഒന്നാണ്. അല്ല, ഈ പറഞ്ഞ കണക്ക് വെളുപ്പ്, കറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങൾ, ഇപ്പം ആഫ്രിക്കയിലാണെങ്കിലും അവരെ ഈ പറഞ്ഞ കണക്ക് യൂറോപ്യൻസ്, വൈറ്റ്സ്, ബ്ലാക്സ്, ഇങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി എല്ലാം കൊടുത്തേക്കുന്നത് ഈ ഒരു സ്ട്രക്ചറൽ മെക്കാനിസത്തിനുള്ളിൽ നിന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ കുറച്ച് റൂൾസും റെഗുലേഷൻസും കൊടുത്തേക്കാണ്. അതായത് ഇങ്ങനെയൊക്കെ ഭംഗിയുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ബ്യൂട്ടിഫുൾ എന്ന് ഹ്യൂമൻ മൈൻഡ് കൊടുത്തേക്കുന്ന ആട്രിബ്യൂട്ട് ആണ് അവിടെ കൺവെൻഷൻ ആയിട്ട്, എന്താ പറയുന്നത്, ഒരു റൂൾ ആയിട്ട്, ലിംഗ്വിസ്റ്റിക് കൺവെൻഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഹിയർ കൾച്ചർ ഈസ് കൺസ്ട്രക്റ്റഡ്. ഇവിടെ കൾച്ചർ കൺസ്ട്രക്റ്റഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. Then, who are the major theorists behind structuralism? Levi Strauss applied structuralism to anthropology. Then we have Roland Barthes applied structuralism to literature. Then we have Noam Chomsky, his study of language, deep structure and surface structure. Then Louis Althusser, structural Marxism. Then we have Ferdinand de Saussure, Michel Foucault, Umberto Eco, ജെറാൾഡ് ജെനറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള തിയറിസ്റ്റ് ആണ് ഈ ഒരു സ്ട്രക്ചറലിസത്തിൽ ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറിസ്റ്റ്. നെറ്റ് ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ ഓരോ മെമ്പേഴ്സിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചറലിസത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ഫിഗർ ആരൊക്കെയാണെന്ന് വെച്ചാൽ, നമ്പർ 1 is Ferdinand de Saussure, നമ്പർ 2 Claude Lévi-Strauss, and നമ്പർ 3 Roland Barthes. Okay, then according to a structuralist, meaning is not private experience. Even though the text has a meaning, the meaning is determined by the structure of language system which it occurs. അതായത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്ട്രക്ചറലിസ്റ്റിനെ സംബന്ധിച്ച് മീനിങ് എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് എ പ്രൈവറ്റ് എക്സ്പീരിയൻസ്. ഒരു വാക്കിനും ഇതാണ് മീനിങ് എന്ന് പ്രോപ്പർ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പകരം നമ്മളത് കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് കിട്ടുന്നത്. ഓരോ വാക്കും ഓരോ കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേന് ഇറ്റ് ക്യാൻ ഹാവ് എ ഡിഫറെന്റ് kind of meaning. A text is a product of the system than a producer of it. Meaning occurs through differences. അതായത് ഇവിടെ ബൈനറി ഒപ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താ അല്ല എന്ന് പറയുന്നിടത്ത് അതിന്റെ മീനിങ് ആവും. അതായത് ബ്ലാക്ക് അല്ലാത്തതാണ് വൈറ്റ്, വൈറ്റ് അല്ലാത്തതാണ് ബ്ലാക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബൈനറി ഒപ്പോസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബൈനറി ഒപ്പോസിഷൻ സ്ട്രക്ചറലിസത്തിൽ വരുന്ന ടേം ആണെന്ന് ഓർത്തിരിക്കുക. Then semiotics, very important concept. Semiotics is a study of signs. Sign എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവർ റിയാലിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സൈൻസ്. സൈൻ ഈസ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ഓക്കെ, നമ്മുടെ റിയാലിറ്റി കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ സാധിക്കും. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫയറിന്റെയും സിഗ്നിഫൈഡിന്റെയും ഒരു മിക്സ്ചർ ആണെന്ന് പറയാൻ സാധിക്കും. ഹിയർ സിഗ്നിഫയർ ഇസ് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ദ വേർഡ്, ദ സൗണ്ട് ഓർ ദ ഇമേജ്. പറയുന്ന വേർഡോ അല്ലെങ്കിൽ പറയുന്ന സൗണ്ടോ ആ ഒരു ഇമേജിനെയോ നമുക്ക് സിഗ്നിഫയർ എന്ന് പറയാൻ സാധിക്കും. നേരെ മറിച്ച് സിഗ്നിഫൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു മെന്റൽ കൺസെപ്റ്റ് ആണ് സിഗ്നിഫയർ. ഇപ്പം ഒരു ഡോഗ് എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കുവാണെങ്കിൽ, വാക്ക് പറയുകയാണെങ്കിൽ സിഗ്നിഫൈഡ്, അതായത് നമ്മുടെ മൈൻഡിൽ വേണമെങ്കിൽ പല ഡോഗ്സിനെ ഓർമ്മ വരാം. ഇപ്പം നാടനെ ഓർമ്മ വരാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചിപ്പിപ്പാറ, ഡാഷ് ഉണ്ട്, ഇങ്ങനെയുള്ള പല വെറൈറ്റീസ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് നമ്മുടെ പോമറേനിയൻ ഇങ്ങനെയുള്ള മൈൻഡിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് എ മെന്റൽ കൺസെപ്റ്റ്. അപ്പം സിഗ്നിഫയർ സിഗ്നിഫൈഡും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആർബിട്രറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ വേർഡ് ഇസ് ആർബിട്രറി എന്ന് സഷൂർ പറയുന്നുണ്ട്. സോ സൈൻസ് ക്യാൻ ക്യാരി ലാർജർ മീനിങ്. അപ്പോൾ ഒരു സൈനിന് ഒരു മീനിങ് മാത്രമല്ല പോസിബിൾ ആയിട്ടുള്ളത്, ബട്ട് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലാർജർ മീനിങ്സ് എന്ന് പറയുന്നുണ്ട്. അടുത്ത എക്സാമ്പിൾ, വൈറ്റ് എന്ന് പറഞ്ഞ കളറ് ഇപ്പം വിഡോയ്ക്കും വൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, ബ്രൈഡിന് വൈറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, വൈറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് കളർ ചേഞ്ചസ് ഇറ്റ്സ് മീനിങ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. ഈ രണ്ട് പേര് ഇത് ഉപയോഗിക്കുമ്പോഴത്തേന് അതിന്റെ അർത്ഥം മാറുന്നുണ്ട്.
ഓക്കെ, ഈ വൈറ്റ് എന്ന് പറഞ്ഞ കളറിൽ ഗൗണും അതുപോലെ വിഡോയുടെ ഡ്രസ്സും ആകുമ്പോഴത്തേനും അതിന്റെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേനും അതിന്റെ കളറിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. സോ ദി സൈൻ ഇസ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ഇവിടെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. Then the major figure, Ferdinand de Saussure. He is a Swiss linguist, semiotician and philosopher. He is considered as one of the founders of the 20th century linguistics. Through the notes of his students, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇദ്ദേഹം വർക്ക്സ് ഒന്നും എഴുതിയിട്ടില്ല, ഇദ്ദേഹത്തിന്റെ നോട്ട്സ് സ്റ്റുഡൻസ് എഴുതിയേക്കുന്ന നോട്ട്സ് കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് കമ്പൈൽ ചെയ്തേക്കുന്നത്. പബ്ലിഷ് ചെയ്ത വർഷം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ആൻഡ് ഹി ഫൗണ്ടഡ് സെമിയോളജി. Then what are the basic principles of structuralism? Episteme is the unit of knowledge, is the construct of language. In order to gain knowledge, you need to have basic understanding of language. ഒരു കാര്യം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ വേർഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ വേർഡ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഫൊണീം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളുടെയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് കൺസ്ട്രക്ഷൻ നടക്കുള്ളൂ എന്നാണ് സ്ട്രക്ചറലിസ്റ്റ് പറഞ്ഞേക്കുന്നത്. Then linguistic determinism is the key. അതായത് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ തോട്ടിനെയും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് ലാംഗ്വേജ് ആണെന്ന് പറയുന്നു. സോ ലാംഗ്വേജ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് ആൻഡ് ലാംഗ്വേജ് ഫോളോസ് എ സ്ട്രക്ചർ. അതായത് ഇപ്പോൾ ഒരു അച്ഛനും മകൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തിയും അച്ഛനെ കോപ്പി ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, so the child follows the structure as what the father does. The binary opposition നമ്മൾ പറഞ്ഞതാണ്. It's a pair of mutually exclusive signifiers in a paradigm set representing categories which are logically opposed and which together defines a complete universe of discourse. Example, alive, not alive. In such opposition, each term necessarily implies its opposite and there is no middle term. പറഞ്ഞ കാര്യമാണിത്. Then സ്ട്രക്ചറലിസ്റ്റ് തിയറിയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, സൈൻ വേഴ്സസ് സിംബൽ, ദെൻ ലാങ് ആൻഡ് പെരാൾ, പാരഡിഗ്മാറ്റിക് ആൻഡ് സിന്റഗ്മാറ്റിക് ആക്സസ്, ദെൻ ഡൈക്രോണി ആൻഡ് സിൻക്രോണി. അപ്പം ഇത്രയും കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് ഈ ടേംസ് എന്ന് അറിഞ്ഞിരിക്കുക. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു ഏരിയ തന്നെയാണിത്. സൈൻ, സിഗ്നിഫൈഡ് പറഞ്ഞതാണ്. ദെൻ വാട്ട് ഈസ് ലാംഗ്വേജ്? Language is a system of sign that can be understood in relation to other. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. Sign has two parts, signifier which is a sound image and signified is the mental concept. Then sign, any unit of language, any fixed meaning attached to the word. Meaning is conventionally designed. Everything in the world is constructed and not natural. According to structuralist, signifier is more important than signified. Very important. സ്ട്രക്ചറലിസ്റ്റ് സിഗ്നിഫയറിനാണ്, ഈ ഒരു സൗണ്ട് ഇമേജിന്, വേർഡ് ഇമേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ടെക്സ്റ്റിനെയാണ് ഇവർ നോക്കിക്കാണുന്നതെന്ന് പറയുന്നതിനൊപ്പം ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റിലാക്കുന്നുണ്ട്. അതായത് ഇവിടെ ടെക്സ്റ്റ് പ്ലസ് കൾച്ചർ ഓർ സൊസൈറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതായത് ഒരു ടെക്സ്റ്റ് ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന റീഡിംഗ് ആണ് സ്ട്രക്ചറലിസത്തിൽ ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓർത്തിരിക്കുക. ദെൻ സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക്. ലാംഗ്വേജ് ഷുഡ് ബി സ്റ്റഡീഡ് ആസ് എ പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ടൈം എന്ന് പറയുന്നതാണ് സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സിൻക്രോണിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ ഭാഷ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ടൈമിലുള്ള ഭാഷയിലെ എലമെന്റ്സും കാര്യങ്ങളും, അതായത് ഇപ്പൊ പുതിയ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ, ബെസ്റ്റ് ഫ്രണ്ടിനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ബെസ്റ്റി ആയി, ഫ്രണ്ടിനും ലവറിനും ഇടയ്ക്കുള്ള വാക്ക് എന്നൊക്കെ പറയുന്നു. സോ അത് ഇപ്പോഴത്തെ ലാംഗ്വേജ് ആണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈമിലുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണം. ദെൻ ഡയക്രോണി എന്ന് പറഞ്ഞത് ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക് ആയിട്ട് പണ്ടുണ്ടായിരുന്ന, അതായത് അതിന്റെ ട്രേസ് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ പഠിച്ചു വരണം. ആ കൈൻഡ് ഓഫ് അപ്രോച്ചിനെ ഡയക്രോണിക് അപ്രോച്ച് എന്ന് പറയും. Then we have Lang and Parole. Lang is a abstract systematic principles and conventions of a language. ഒരു ലാംഗ്വേജിന്റെ പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് കൺവെൻഷൻസിനെ ലാങ് എന്ന് പറയുകയാണെങ്കിൽ പരോള് ഓരോ ഇൻഡിവിജ്വലിന്റെ അറ്ററൻസിനെയാണ്. അതായത് ഇംഗ്ലീഷ് നേറ്റീവ്സ് ആയിട്ടുള്ള ഇന്ത്യൻസ് ടോക്ക് ചെയ്യുമ്പോഴത്തേന് വരുന്നത് പരോൾ ആണെന്ന് പറയാൻ സാധിക്കും. യൂറോപ്യൻസ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് ദ ലാങ്. അവര് സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒബേ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ പരോൾ. ഓക്കെ, then we have other major theorists like Roland Barthes and Claude Levi-Strauss. First Roland Barthes നോക്കാം. He is a French literary theorist, essayist, philosopher, critic and semiotician, and he is famous for his
famous essay collections like Mythologies, The Death of the Author, Introduction to Structural Analysis of Narratives, very important. ഈ വർക്ക്സുകളെല്ലാം ഓർത്തിരിക്കുക. He influenced the development of many schools of theory, including structuralism, anthropology, literary theory, and post-structuralism. ഈ തിയറീസിലെല്ലാം നമുക്ക് റൊളാൻഡ് ബാർത്തിനെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്സും അദ്ദേഹത്തിന്റെ പ്രാക്ടീസസും ഈ പറഞ്ഞ എല്ലാ ഫീൽഡിലും നമുക്ക് കാണാൻ സാധിക്കും. He said that the duty of the critic is to find out the linguistic structures with the text by carefully study of the science presented in it. അപ്പം ഓരോ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സും മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ കറക്റ്റായിട്ട് സയൻസിനെ മനസ്സിലാക്കി വേണം അതിനെ മുമ്പോട്ട് അനലൈസ് ചെയ്ത് പോകാൻ എന്ന് റൊളാൻഡ് ബാർത്ത് പറയുന്നുണ്ട്. ദെൻ ഒരു ടെക്സ്റ്റിനെ ബാർത്ത് 3 ഹൈറാർക്കി ലെവലിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്പർ 1 ഫംഗ്ഷൻ, നമ്പർ 2 ആക്ഷൻ ആൻഡ് നമ്പർ 3 നറേഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഒരു നറേറ്റീവിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. ഒറ്റ വാക്ക്, ഒരു സിംഗിൾ വേർഡിനെ നമുക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ദെൻ വി ഹാവ് ആക്ഷൻ, അതായത് 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മീനിങ്ങിനെ നമുക്ക് ആക്ഷൻ എന്ന് പറയാം. ദെൻ നറേഷൻ ഈസ് that he felt that to read a narrative is not merely to move from one word to the next. അതായത് ഒരു വാക്കിൽ നിന്ന്, ഒരു വേർഡാണ് കേട്ടോ, ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് ഉള്ള മൂവ് ചെയ്യുന്നതിനെ നമുക്ക് ഒരിക്കലും നറേറ്റീവ് എന്ന് പറയാൻ സാധിക്കത്തില്ല. പകരം ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുന്നതിനെ നമുക്ക് നറേറ്റീവ് എന്ന് പറയാൻ സാധിക്കും എന്നാണ് ബാർത്ത് പറയുന്നത്. And he modified Saussure's concept that the relationship between signifier and signified is arbitrary and said that they are motivated by social interest. സഷൂർ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം തിരുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഇസ് ആർബിട്രറി എന്ന് പറഞ്ഞതിന് പകരം ഈ റിലേഷൻ സോഷ്യലി അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ബൈ സോഷ്യൽ ഇൻട്രസ്റ്റ് കോണ്ടെക്സ്റ്റിൽ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഉണ്ടാവുന്നത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണെന്ന് ബാർത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ ബാർത്ത് തിയറി. He rejected the autocentric theory and said that it is the reader who makes the meaning of a text. അപ്പം ഓട്ടോസെൻട്രിക് തിയറിയെ റിജക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ടെക്സ്റ്റിന് മീനിങ് കൊടുക്കുന്നത് അതിന്റെ റീഡർ ആണെന്ന്. ഇവിടെ he rejected the idea that writing is a self expression, rather he said the author only scripts the text. അപ്പം റൈറ്റിങ്ങിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പക്ഷേ സ്ക്രിപ്റ്റിന്, അതായത് ജസ്റ്റ് ഓതർ അതൊന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഇത് വായിച്ചെടുക്കുന്ന റീഡറിലാണ് മീനിങ് കൺസ്ട്രക്റ്റഡ് ആവുന്നത് എന്ന് ബാർത്ത് പറയുന്നുണ്ട്. ആൻഡ് he called for the death of the author and the birth of the reader. അവിടെയാണ് ഓതറിന്റെ മരണവും അതുപോലെ ഒരു റീഡറിന്റെ ജനനവും ഉണ്ടാകുന്നത് എന്ന് ബാർത്ത് പറയും. Then we have Claude Levi-Strauss. He is a French anthropologist and ethnologist whose work has contributed a lot to the theory of structuralism and structural anthropology. Very important. He is regarded as the founder of structural anthropology. അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് he argued that the savage mind has the same structure as the civilized mind and that the human characteristics are the same everywhere. അതായത് ഒരു സാവേജ് മൈൻഡിന്റെയും സിവിലൈസ്ഡ് മൈൻഡിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എല്ലായിടത്തും അല്ലെങ്കിൽ പല ട്രെയ്റ്റ്സ് നമുക്ക് സിമിലർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൈ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വരും അല്ലേ, അപ്പം ഒരു സാവേജ് മൈൻഡിന് ഫീൽ ചെയ്യുന്ന പെയിൻ തന്നെയായിരിക്കും ഒരു സിവിലൈസ്ഡ് മൈൻഡിന് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു പഴത്തിൽ ചവിട്ടി തെന്നി വീഴുന്നു, ആ സമയത്ത് രണ്ടുപേരുടെയും ഫീലിങ്സ് ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടി ഇടിക്കുന്നു, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും ഒരുപോലെ ആയിരിക്കും. സോ അവരുടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എവിടെ പോയാലും അത് സിമിലർ ആണെന്ന്, ഭാഷയ്ക്കപ്പുറം കുറെ ട്രെയ്റ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആയിട്ട് അവർക്ക് ഉണ്ടാവും എന്ന് ലെവി സ്ട്രോസ് പറയുന്നു. All cultures are structurally similar and we have to study culture in a universal manner. അപ്പം പല രാജ്യങ്ങളെ വെച്ച് നോക്കിയാലും പലയിടത്തെയും സിമിലർ ആയിട്ടുള്ള കൾച്ചേഴ്സും നമുക്ക് അതുപോലെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ വേണം, അതായത് കൾച്ചറിനെ അനലൈസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ മാനറിൽ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണം. ആൻഡ് ഹി ട്രൈ ടു ട്രേസ് ദ പാറ്റേൺ ഓഫ് സിമിലാരിറ്റി ഇൻ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസസ്. അപ്പം ഓരോ പ്രാക്ടീസസിലെയും ഓരോ എക്സ്പീരിയൻസിലും വരുന്ന സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ്സിനെ എടുത്ത് പഠിക്കാനായിട്ട് ലെവി സ്ട്രോസ് ശ്രമിച്ചിട്ടുണ്ട്. And he studied myths and argued that they were just variations of the same theme. പിന്നീട് അദ്ദേഹം മിത്തിനെ എടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് പല തീംസ്, പല കൾച്ചേഴ്സിലും വരുന്ന തീംസും ജസ്റ്റ് വേരിയേഷൻസ് ആണ്, അതായത് എല്ലാത്തിന്റെയും ഉള്ളടക്കം ഒന്നാണ്, അത് പലയിടത്തും പല രീതിയിൽ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ വരുന്ന ചടങ്ങ് ഓരോ രാജ്യത്തും എന്തായാലും അവസാനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ ആണെങ്കിലും പക്ഷെ അതിൽ വരുന്ന ചടങ്ങുകളും
ഓരോ കൾച്ചർ ബേസ്ഡ് ജസ്റ്റ് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഹിന്ദുസ് മരിച്ചു കിടക്കുന്നതും ക്രിസ്ത്യൻസ് മരിച്ചാലും മുസ്ലിംസ് മരിച്ചാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും പ്രൊസീജിയർ ലാസ്റ്റ് സെയിം തന്നെ. ഓക്കെ, സോ അവിടെ ചെറിയ ചെറിയ വേരിയേഷൻസ് അനലൈസ് ചെയ്യാനായിട്ട് ഇദ്ദേഹം മിത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി കോയിൻ ദ ടേം മിത്തീം. മിത്തീം എന്ന് പറഞ്ഞ വേർഡ് കോയിൻ ചെയ്തേക്കുന്നത് ലെവി സ്ട്രോസ് ആണ്. ജസ്റ്റ് മിത്തിന്റെ സബ് യൂണിറ്റ്, വെറി സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് മിത്തി എന്ന് പറയുന്നത്. അതായത് ഫോണറ്റിക്സിൽ ഫോണീം എങ്ങനെയാണോ അതുപോലെയാണ് മിത്തില് മിത്തീം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടേം സ്ട്രക്ചറലിസ്റ്റ് നറേറ്റോളജി. ഈ ഒരു സ്ട്രക്ചറലിസ്റ്റ് നറേറ്റോളജി എന്ന് പറയുന്ന പേരും സ്ട്രക്ചറലിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്ട്രക്ചറലിസം എക്സ്പോസ്ഡ് ബൈ വ്ളാഡിമിർ പ്രോബ്, സെറ്റൻ ടൊറന്റോ, then Roland Barthes, Gerard that illustrates how a story's meaning developed from its overall structures. എങ്ങനെയാണ് ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഒരു ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെയാണ് ദ ഹോൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്, റാദർ ദാൻ ഫ്രം ഈച്ച് ഇൻഡിവിജ്വൽ സ്റ്റോറി ഐസൊലേറ്റഡ് തീം. അങ്ങനെ എങ്ങനെയല്ലാത്തതാ. അതായത് ഓരോ ആൾക്കാരുടെയും സ്റ്റോറി പറഞ്ഞു പോകുന്നതിന് പകരം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. എന്നാൽ എല്ലാവരും ഇപ്പം ഒരാളൊരു കഥ പറയുന്നു, മറ്റേ ആള് മറ്റൊരു കഥ പറയുന്നു, അടുത്ത ആൾ അടുത്ത കഥ പറയുന്നു. ഇപ്പം നമ്മള് പറയുവാണെങ്കിൽ ഇപ്പം റാണി അപ്പണ്ണ എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സ്, ആ ഒരു ഡ്രാമ നമ്മൾ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രാമയില് സ്റ്റോറി പറയുന്നുണ്ട്, അതുപോലെ ഫ്ലെയിം കഥ പറയുന്നുണ്ട്, ഫ്ലെയിംസ് എന്നിട്ട് അതിനകത്തൊരു നറേഷൻ പോകുന്നുണ്ട്, ലാസ്റ്റ് 3 കൺക്ലൂഷൻ പറയുന്നുണ്ട്. ഇത് വേറെ വേറെ ആയിട്ട് വെച്ച് വായിക്കുന്നേക്കാളും ഫസ്റ്റ് ആക്ടിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആ സ്റ്റോറിയുടെ ആ ഒരു എന്താണ് ഇത് ഭയങ്കര കഥ പറയാനായിട്ടുള്ള റീസൺ, പിന്നെ ഇതിന്റെ പ്ലോട്ട് എന്താണ്, ലാസ്റ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ച് പല പല സബ് യൂണിറ്റ്സ് കണക്ട് ചെയ്ത് വെച്ച് വായിക്കുമ്പോഴാണ് അവിടെ ഒരു നറേഷൻ ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് സ്ട്രക്ചറലിസ്റ്റ് narratology is all about. To ascertain a text meaning, narratologists emphasize grammatical elements such as verb tense and the relationship and configurations of figures of speech within the story. Okay.